വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മാസ്റ്റർ ബ്ലോഗിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയമായ സ്വാഗതം സുഹൃത്തുക്കളെ. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഒരു എല്ലാ വീഡിയോ തുടങ്ങുന്ന സമയത്ത് എനിക്ക് എത്രത്തോളം എനർജി ഉണ്ടോ, ആ എനർജി കംപ്ലീറ്റ് നിങ്ങളിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടാണ്. എല്ലാ എക്സൈറ്റ്മെൻറ്റും കാണിച്ചുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ ഇൻട്രോ ഞാൻ സ്റ്റാർട്ട് ചെയ്യൽ. പക്ഷേ ഈ ഒരു വീഡിയോ അതുപോലെയല്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒരുപക്ഷെ എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാമറ പോലും ഞാൻ എടുത്തിട്ട് ഏകദേശം 2-3 ആഴ്ചൻ്റെ മുകളിലായി സുഹൃത്തുക്കൾ, മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഫൂട്ടേജും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉള്ളതല്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2024 തുടങ്ങുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, പിന്നെ ഡ്രീംസും ഗോൾസൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് എന്താ പറയുക കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് പല കാര്യങ്ങളും ചെയ്യണമെന്നല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് അവസാനം ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് വെറുതെ ചോദിക്കുന്നതിൻ്റെ ഒരു വല്യമ്മ, അതായത് ഫാദറിൻ്റെ ഉമ്മ. അപ്പോൾ അവർ മരണപ്പെട്ട് ഏകദേശം എനിക്കൊന്ന് ഇന്നേക്ക് മരണപ്പെട്ടൊരു 14 ദിവസം ആയി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വേറെ വീഡിയോസും ഇതൊന്നും ആയിട്ട് വരാതിരുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അതിന് മുമ്പ് ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ ഒരു കൈ പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പിന്നെ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല, കാരണം വേറെ വിഷയങ്ങൾ കാര്യമൊന്നുമില്ല. അതിൽ മുമ്പ് ഒരു ബ്ലോക്കിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് ഒരു ഹാർട്ടിന് പെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ വലിയമ്മ പോയി. അപ്പോൾ അത് കാരണമാണ് ഇത്രയും ദിവസം വീഡിയോസ് കാര്യങ്ങൾ ഇടാതിരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എനിക്ക് തോന്നി ഒരു എക്സ്പ്ലനേഷൻ എന്തെങ്കിലും തരണമല്ലോ. എനിക്ക് എൻ്റെ ചാനൽ വലിയ രീതിയിൽ റീച്ചോ കാര്യങ്ങളോ വലിയ ബൂമായിട്ട് വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ നിരന്തരമായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനൊരു സംഭവം വന്നത്. അപ്പോൾ അത് പറയേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപക്ഷെ നമ്മൾ പിന്നെ ദിവസം നമ്മളെ വീട്ടിലുണ്ടാകുന്ന ആളുകൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും നമ്മൾ നിരന്തരം കാണുന്ന ആളുകൾ നമ്മളപ്പോൾ ഇല്ലാതിരിക്കുമ്പോൾ എന്തോ ഒരു ശൂന്യത. ഒരുപക്ഷെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. മുറ്റത്ത് മുല്ലക്ക് മണല്ല എന്നൊക്കെ പറയുന്ന പോലെ കണ്ണില്ലെങ്കിലേ കണ്ണിൻ്റെ കാഴ്ച നമുക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സാഡാണ്. കാരണം പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. അതായത് നമുക്കറിയാലോ, ഫിനാൻഷ്യൽ പരമായിട്ടായിരിക്കും നമുക്ക് പലപ്പോഴും എല്ലാ പ്രശ്നങ്ങളും ലൈഫിൽ നമുക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ട രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ കുറേ സ്ഥലങ്ങളിലേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് കുറേ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കുക, പിന്നെ ഇഷ്ടപ്പെട്ട കുറേ ഫുഡുകൾ മേടിച്ചു കൊടുക്കുക, എല്ലാം ഹാപ്പി തന്നെ ആയിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഒപ്പമുള്ള സമയത്ത്, അതായത് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള ആളുകളായിരിക്കും, പക്ഷെ ഒരുപക്ഷെ പിന്നെ ആ ഫീല് കറക്റ്റ് പ്രവാസികളായ ആളുകൾക്കോ ഇല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ മനസ്സിലാവും കുടുംബത്തിൻ്റെ ആ വില എത്രത്തോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെന്താക്കുക, ഒപ്പമുള്ള സമയത്ത് മാക്സിമം അവരെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുക. അതൊക്കെ തന്നെയാണ് ജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് എനിക്ക് പറയണമെന്ന് തോന്നി. ഇത് എത്രത്തെ ആൾക്കാർക്ക് പിന്നെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം പിന്നെ നോർമൽ ലൈഫിൽ നമുക്കിത് മനസ്സിലാവില്ല. പക്ഷേ നമ്മളെ ഫാമിലിയിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോഴാണ്. കാരണം ആ ഒരു ശൂന്യതയിലേക്ക് അവിടെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആര് വന്നു കഴിഞ്ഞാലും അതിനെ നമുക്ക് ചെയ്യാൻ പറ്റൂല, അതിന് പകരാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിപ്പോൾ ഫാദറായാലും മദറായാലും വല്യമ്മയായാലും വല്യപ്പിയായാലും അമ്മച്ചിയായാലും ആരായി കഴിഞ്ഞാലും ഉള്ള സമയത്ത് ഹാപ്പി ആക്കാൻ നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എനിക്ക് അത് പറയണം തോന്നി. 2 ദിവസമായി എനിക്കത് നിങ്ങളോട് പറയണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡ് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പറയാതിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വ്യത്യസ്തമായ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചാനൽ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.